Hi, welcome to our channel. നമ്മളിന്ന് പാർട്ട് 2 അതായത് ഫ്രിക്ഷൻ്റെ പാർട്ട് 2 ആണ് കവർ ചെയ്യുന്നത്. പാർട്ട് 1ൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, അത് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രിക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഏതൊക്കെ ടൈപ്പ് ഫ്രിക്ഷൻ ആണുള്ളത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിന്ന് പാർട്ട് 2 ആരംഭിക്കുന്നത്. ഇതിനെ നമ്മൾ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, സെക്കൻഡ് വൺ ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, മൂന്നാമത്തത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് ഇൻട്രഡക്ഷൻ ഒന്നുമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ ആണ്. തുടങ്ങാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്നൊരു കാര്യം പറയാം. കൈകൾ നമ്മളിങ്ങനെ കൂട്ടി ഉരസുമ്പോൾ എന്താ പറ്റുന്നത്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൈക്കകത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതാണ്. ഇതെന്തിൻ്റെ കാര്യം കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതും ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, എല്ലാ സാധനങ്ങളും അതത് സ്ഥാനത്ത് കിടക്കാൻ കാരണം എന്താണ്, ഫ്രിക്ഷനാണ്. അതായത് മേശയും കട്ടിലും കസേരയും എല്ലാം നമ്മൾ വെക്കുന്നിടത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു ബുക്ക് കൊണ്ടുവന്ന് ഞാനിവിടെ വെച്ചെങ്കിൽ ആ ബുക്ക് അവിടെ ഇരിക്കാൻ കാരണം എന്താണ്, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നടക്കുന്നത്, പിന്നെ ഞാൻ ഈ ബോർഡിൽ ഇങ്ങനെ എഴുതുകയാണെന്ന് വെച്ചു, എന്തെങ്കിലും എഴുതുകയാണ് അല്ലേ, എഴുതുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ പേനയുടെ മൊനയും ഈ ബോർഡും തമ്മിൽ എന്തുണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, സർഫസ് കോണ്ടാക്റ്റ് ഉള്ള അവിടെ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കിവിടെ എഴുതാൻ പറ്റുന്നത്. അപ്പം നമ്മൾ നടക്കുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഈ പേന ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നത്, എല്ലാത്തിനും കാരണം എന്താണ്, ഫ്രിക്ഷനാണ്. അപ്പോൾ ഒത്തിരി അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഫ്രിക്ഷൻസ് കൊണ്ട് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും മെഷീൻസിനൊക്കെ ആണെങ്കിൽ, വേറൊരു കാര്യം പറയാം, മെഷീൻസിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ്, നമ്മുടെ വീടുകളിലൊക്കെ ചില സമയത്ത് തണുപ്പ് കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഡോർ അടയ്ക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രിക്ഷൻ തന്നെയാണ്. ഈ ഉരസൽ വരുന്നതുകൊണ്ടാണ് അല്ലേ, രണ്ട് സർഫസുകൾ തമ്മിൽ ഉരസൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്, അവിടോട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഡോറ് പെട്ടെന്ന് സൗണ്ടൊന്നുമില്ലാതെ പെട്ടെന്ന് അടയുന്നതായിട്ട് കാണാം. അപ്പം ഈ നമ്മുടെ ഡോർ അടയാത്തതാണെങ്കിലും, പിന്നെ മെഷീൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, മെഷീൻസിൻ്റെ പാർട്ട് തമ്മിൽ കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാർട്സൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, അത് പതുക്കെ തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും. ഇതും എന്തുകൊണ്ടാണ്, ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് തേയ്മാനം, അങ്ങനെ എഫിഷ്യൻസിയൊക്കെ മെഷീൻസിൻ്റെ കുറയാനായിട്ട് കാരണമാവും. അങ്ങനെ കുറേ ഡിസഡ്വാൻറ്റേജസും ഉള്ളൊരു കാര്യമാണ്. അതായത് പിന്നൊരു കാര്യം പറഞ്ഞത്, മെഷീൻസിനകത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്സുകൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും, അങ്ങനെയാണ് അവിടുത്തെ എഫിഷ്യൻസി കുറയുന്നത്. അപ്പം മെഷീൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യം പറയാം. ഒന്ന്, തേയ്മാനവും സംഭവിക്കാം, അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡായിട്ട് കുറച്ചേറെ നമുക്ക് എനർജി നഷ്ടം ഉണ്ടാവാനും ഇത് കാരണമാവും. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, അതാണല്ലോ. ഇനി ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, വാതിലൊക്കെ അടയാൻ പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓയിലിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഗ്രീസ്, ഓയില്, അല്ലെങ്കിൽ അതുപോലെ ഈ ബോൾ ബിയറിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മെഷീൻസിൻ്റെ ഇടയ്ക്കും അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ അവിടെയൊക്കെ എന്തുപയോഗിക്കും, രണ്ട് പാർട്സുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബോൾ ബിയറിങ്സ് ഉപയോഗിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഉരസലില്ലാതെ എന്ത് ചെയ്യും, ഇത് തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ക്യാരംസ് ബോർഡൊക്കെ കളിക്കുന്നവർക്കറിയാം, നമ്മൾ കോയിൻ എടുത്ത് ഒരു ഫോഴ്സ് കൊടുത്ത് ഒരു ഡയറക്ഷനിലോട്ട് നമ്മൾ തട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കും, അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കോയിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു സർഫസ് കോണ്ടാക്റ്റ് ആണല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും ഒരു കോയിനും നമ്മുടെ ക്യാരംസ് ബോർഡും തമ്മിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാരംസ് ബോർഡിൻ്റെ സർഫസ് എന്ത് ചെയ്യും, ഈ കോയിനെ പിടിച്ചു നിർത്താൻ നോക്കും. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് മൂവ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, കളിക്കുന്നവർക്കൊക്കെ അറിയാം, പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അവിടോട്ട് പൗഡർ പതുക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താവും, പിന്നീട് അടിക്കുമ്പോഴത്തേക്ക് സ്മൂത്തായിട്ട് അങ്ങ് പോകും. അപ്പം ഫ്രിക്ഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും യൂസ് ചെയ്യാം, പൗഡറുകളും യൂസ് ചെയ്യാം. ഇനി മെഷീൻസിനെല്ലാം ബോൾ ബിയറിങ്സ് യൂസ് ചെയ്യത്തില്ല. ചില കേസിൽ മാത്രം നമ്മൾ ഡ്രൈ എയർ കുഷ്യൻസ് എന്ന് പറയുന്നത്, ചില കേസിൽ മാത്രം, അത് ഓർത്തിരിക്കുക, ഡ്രൈ എയർ കുഷ്യൻസ് യൂസ് ചെയ്യാറും ഉണ്ട്. അപ്പം റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഗ്രീസും ഓയിലും അല്ലെങ്കിൽ ബോൾ ബിയറിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളും പൗഡർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കണം,
നമുക്ക് ഫ്രിക്ഷനെ കുറച്ച് കൂട്ടണം. ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷൂവിൻ്റെയൊക്കെ അടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചെരുപ്പിൻ്റെയും ഷൂവിൻ്റെയൊക്കെ അടിയിൽ എന്താണ് കുറച്ച് ഇറഗുലാരിറ്റീസ് കൊടുത്തിട്ടുണ്ടല്ലേ, കുറച്ച് കട്ടിയായിട്ടുള്ള. ഇപ്പോൾ ഇതൊരു ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറഗുലാരിറ്റീസ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. ആ ഇറഗുലാരിറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രിക്ഷനെ കൂട്ടണം, നമ്മൾ നടക്കുമ്പോൾ തെന്നി വീഴരുതല്ലോ. അപ്പോൾ ഫ്രിക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറഗുലാരിറ്റീസ് കൂടുതലാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൂടും. അപ്പം ആ ചെരുപ്പിൻ്റെ ആയാലും ഷൂവിൻ്റെ ആയാലും അടിയിൽ നമ്മളിങ്ങനെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഫ്രിക്ഷനെ കൂട്ടണം. നമുക്ക് കൂട്ടിയാൽ മാത്രമേ നമ്മൾ തെന്നി വീഴാതിരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ സോൾ ഓഫ് ഷൂ എന്ന് പറയും. അതായത് ഇതിന് ഇറഗുലാരിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടയറൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ടയറിനകത്ത് കുറച്ച് എന്താണ് ഗ്രൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ഇറഗുലാരിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് തെന്നി പോവാതെ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്രിക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫ്രിക്ഷനെ നമുക്ക് കൂട്ടിയേ ഒക്കത്തുള്ളൂ അല്ലേ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രിക്ഷനെ കുറയ്ക്കുകയും വേണം. അപ്പം ഒരേ സമയത്ത് തന്നെ നല്ലതുമാണ് ചീത്തയുമാണെന്ന് നമുക്ക് ഫ്രിക്ഷനെ പറ്റിയിട്ട് പറയാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഗ്രീസും ഓയിലും എല്ലാം യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ ഗ്രീസും ഓയിലും ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട് ലൂബ്രിക്കൻസ്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. ലൂബ്രിക്കൻസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷനെ പറ്റിയിട്ടാണ്. അപ്പം ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി നമുക്കറിയാം, മാറ്ററിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് മാറ്റർ? ഒന്ന് സോളിഡ്, ഒന്ന് ലിക്വിഡ്, മൂന്നാമത്തത് ഗ്യാസ് ആണല്ലോ. ഇതിനകത്ത് സോളിഡിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സോളിഡിൻ്റെ കേസിനെ നമ്മൾ ഡ്രൈ ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും എന്താണ്? ഡ്രൈ ഫ്രിക്ഷൻ. ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതായത് ലിക്വിഡും ഗ്യാസിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുന്നത്. എന്താ? ലിക്വിഡിനെയും ഗ്യാസിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലൂയിഡ് എന്നാണ്. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഒന്നുമില്ല അല്ലേ. എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പിലാണ് ഫ്ലൂയിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ ചേർത്തിട്ട് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോളിഡിനകത്ത് എന്തുണ്ട്? ഫ്രിക്ഷനുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിനും ഗ്യാസിനും എന്തുണ്ട്? ഫ്രിക്ഷനുണ്ട്. അതായത് നമ്മൾ വെള്ളത്തിൽ കൂടെ ഇപ്പം ഒരു ബോൾ ഉരുട്ടുകയാണെന്ന് വെച്ചോ, ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഒരു കല്ലെടുത്തെറിയുകയാണെങ്കിൽ പോലും അവിടെ എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എയറിൽ അല്ലേ, എയറിലും എന്തുണ്ട്? ഫ്രിക്ഷനുണ്ട്. അപ്പോൾ 3 കാര്യത്തില്ല, സോളിഡിലായാലും ലിക്വിഡിലായാലും ഗ്യാസിലായാലും എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലിക്വിഡിലെയും ഗ്യാസിലെയും കൂടെ ചേർത്തിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നത്, അതായത് ലിക്വിഡിലും ഗ്യാസിലും എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മളൊരു പേര് വിളിക്കും, ഡ്രാഗ്. എന്താണെന്ന് വിളിക്കുന്നത്? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രാഗ്. അപ്പം നമുക്കതൊരു എക്സാമ്പിളിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മീൻ വെള്ളത്തിൽ കൂടെ ആണല്ലോ പോകുന്നത്, അതായത് താഴെ കൂടെ പോകുന്ന സമയത്ത് മീൻ എഴഞ്ഞു പോകുന്ന, അതായത് നീന്തി പോകുന്ന സമയത്തും എന്തുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് മീനാണെന്ന് വെച്ചു, മീനിങ്ങനെ ഇത് വെള്ളമാണ്, വെള്ളത്തിൽ കൂടി ഇങ്ങനെ എഴഞ്ഞു പോകുന്ന സമയത്ത് എന്താ പറ്റുന്നത്? മീൻ ഫോഴ്സ് കൊടുക്കുന്നത് ഫ്രണ്ടിലോട്ടാണല്ലോ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. അപ്പം മീൻ പോകാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് ഫ്രിക്ഷൻ ഉണ്ട് വെള്ളത്തിനകത്തും. ഇനി ഗ്യാസിൻ്റെ കാര്യത്തിൽ കിളികളൊക്കെ എയറിൽ കൂടെ പറന്നു പോകുന്ന സമയത്ത് അവർക്കും എന്തനുഭവപ്പെടുന്നുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് അവർക്കും അനുഭവപ്പെടുന്നു. അതായത് എതിരിലോട്ടൊരു വലിവ് അവർക്കും കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഷേപ്പ്, അതായത് ദൈവം കൊടുത്തിട്ടുള്ള ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അതായത് കിളിയാണെങ്കിലും മീനാണെങ്കിലും അവരുടെ ഷേപ്പ് ശ്രദ്ധിച്ചോ, അതായത് ഒരു കൂർത്തിരിക്കുകയാണ് അല്ലേ. കിളികളാണെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒരു ഷേപ്പാണ് അല്ലേ, മുഖഭാവം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ട്രീം ലൈൻഡ് ഷേപ്പ് എന്ന്. എന്താണ് സ്ട്രീം ലൈൻ ഉള്ള ഷേപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, എയറിൽ കൂടെ പോകുന്ന നമ്മുടെ എയറോപ്ലെയിൻ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഏത് ഷേപ്പിലാണ്? ഏകദേശം ഈ മീനിൻ്റെ ഷേപ്പാണ് അല്ലേ, മീനിൻ്റെ കിളിയുടെയൊക്കെ ഒരു ഷേപ്പിലാണ് അത്. അപ്പോൾ എന്താണ് ആ ഷേപ്പ് കൊണ്ട് അവർക്ക് എന്തിനെ റെസിസ്റ്റ് ചെയ്യണം? ഫ്രിക്ഷണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ
ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൂർത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷേപ്പിനനുസരിച്ചിട്ട് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ഡ്രാഗ്, അതായത് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് 2 കേസിലും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലായിടത്തും ഫ്രിക്ഷൻ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, അതായത് ഷേപ്പിനനുസരിച്ചിട്ട് ഫ്രിക്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് വെക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. അതിനകത്ത് ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ്. എന്താണ്? നേച്ചർ ഓഫ് ദി ഫ്ലൂയിഡിൻ്റെ നേച്ചർ, അതായത് ഏത് തരത്തിലുള്ള ഫ്ലൂയിഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? എയർ ആണോ, വാട്ടർ ആണോ? അതായത് വെള്ളത്തിനകത്ത് തന്നെ എന്തുണ്ട്? ഫ്ലൂയിഡ്സിനകത്ത്, അതായത് ലിക്വിഡിനകത്ത് തന്നെ എന്തുണ്ട്? നമ്മൾ തേന് അല്ലെങ്കിൽ മണ്ണെണ്ണ, വെള്ളം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഇല്ലേ? അപ്പം അതിന് ഓരോന്നിനനുസരിച്ചും എന്ത് മാറും? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാറി മാറി വരാം. രണ്ടാമത്തെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. എന്താണ്? സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഈ ഇതിൽ കൂടെ സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡിനനുസരിച്ചിരിക്കും എന്ത് അവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ കൂടുതലാണോ കുറവാണോ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് എയറിനെ കണ്ടിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോകുന്നത് 100 km/h പോകണമെന്ന് വെച്ചോ. അതിനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ 50 km/h പോകുന്ന കാറിന് കുറച്ചുകൂടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിയും കുറഞ്ഞിരിക്കും. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സ് കൂടും, അതായത് ഒപ്പോസ് ചെയ്യാനുള്ള ശക്തി കൂടും. സ്പീഡ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒപ്പോസ് ചെയ്യാനുള്ള ശക്തി കുറവായിരിക്കും, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? നേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ്. രണ്ടാമത്തെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഷേപ്പാണ് അല്ലേ? ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. മൂന്നാമത്തെ എന്താണ്? ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനനുസരിച്ചിരിക്കും എന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. അപ്പോൾ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞായിരുന്നു. മീനിൻ്റെയും പ്ലെയിനിൻ്റെ ആയാലും കിളിയുടെ ആയാലും കപ്പലിൻ്റെ ആയാലും എല്ലാം എങ്ങനെയാണ്? സ്ട്രീം ലൈനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദൈവം കൊടുത്തിരിക്കുന്നതാണെങ്കിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രീം ലൈൻ ആയതുകൊണ്ട് ഷേപ്പ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിയും കുറഞ്ഞിരിക്കും. അതായത് കാറെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സ്ട്രീം ലൈൻ മോഡലിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കാറിന് ഫ്രിക്ഷൻ കുറവായിരിക്കും. അതേസമയം ബസ് ആകുമ്പോൾ എന്താണ്? ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ? ആ സമയത്ത് ബസ്സിന് എയറുമായിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കാറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഒന്ന് ഫ്ലൂയിഡിൻ്റെ നേച്ചർ, അതായത് ഏത് ഗ്യാസ് ആയാലും ലിക്വിഡ് ആയാലും അതിൻ്റെ നേച്ചർ, ഏത് തരത്തിലുള്ള ഫ്ലൂയിഡാണെന്ന് നോക്കണം. 2 സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ്. മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ്? ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ഏത് രീതിയിലാണെന്നുള്ളതിനെ അടിസ്ഥാനമായിട്ടൊക്കെ ഇരിക്കും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഏകദേശം കവറായിട്ടുണ്ട്. നമ്മളിനി ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റും. ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫ്രിക്ഷൻ എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിൻ്റെ കൺസെപ്റ്റുകളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക, കാണാതെ പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്കിത് മുന്നോട്ട്, അതായത് +1 ക്ലാസ്സിലൊക്കെ സയൻസ് എടുക്കുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് എന്തൊക്കെയാണ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. പിന്നെ പറഞ്ഞെന്താണ് എങ്ങനെ നമുക്ക് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിയുകയാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും പറയാൻ മറക്കണ്ട.